അമേരിക്കയിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ സജിമോൻ ആന്റണി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സജിമോൻ ആന്റണി, അങ്ങേ കേൾക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്ക കുറെ നാളുകളായിട്ട് ചിലപ്പോൾ തീരുമാനമെടുത്തതായിരിക്കാം വെനസ്വേലയ്ക്ക് നേരെയുള്ള ഇത്രയും വലിയൊരു ആക്രമണം എന്ന് പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ നിരവധി ഷിപ്പുകൾ എല്ലാം തന്നെ അമേരിക്ക ആക്രമിക്കുകയുണ്ടായി. എന്തായിരിക്കാം പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? പെട്ടെന്നുള്ള ഒരു ആക്രമണം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു 3-4 മാസമായിട്ട് ഇറ്റ് ഈസ് ഇൻ ദ മേക്കിംഗ്. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം ഈ ഒരു 3 മാസം കൊണ്ട് ഏകദേശം 35 ബോട്ടുകളാണ് 2-3 പേര് സാന്നിധ്യമുള്ള ബോട്ടുകൾ അമേരിക്ക വെടിവെച്ചിടുകയുണ്ടായി. നടുക്കടലിൽ വെച്ചിട്ട് ഏകദേശം 115 ആൾക്കാർ അതിനകത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വെനിസ്വേലയുടെ പേരിൽ, പ്രത്യേകിച്ച് നിക്കോളാസ് മഡുറോയുടെ പേരിൽ ഡ്രഗ് ട്രാഫിക്കിന്റെയും അതുപോലെ തന്നെ കറപ്ഷന്റെയും ഇലക്ഷൻ ഇന്റർപ്രൈറ്റ്സ്, ഇലക്ഷൻ ഫ്രോഡ് തുടങ്ങിയ കാര്യങ്ങളിൽ ഉള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു മോസ്റ്റ് വാണ്ടഡ് പേഴ്സണിന്റെ ലിസ്റ്റിൽ അമേരിക്കയുടെ ഇതിനകത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഏതായാലും ഈ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് മുമ്പാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4:21 AM ആണ് ഇവിടുത്തെ ലോക്കൽ ടൈമിൽ. ഒരു സ്നാപ്പ് ആൻഡ് ക്യാപ്ചർ സ്ട്രാറ്റജിയിൽ ഈ പ്രസിഡന്റ് മഡുറോയും വൈഫിനെയും ക്യാപ്ചർ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 7-8 സ്ഫോടനങ്ങൾ വെനസ്വേലയുടെ തലസ്ഥാനമായ ക്യാപിറ്റലായ കരക്കാസ് ഏരിയയിൽ ഉണ്ടാവുകയും അമേരിക്കൻ മിലിറ്ററിയുടെ സ്പെഷ്യൽ ഫോഴ്സ് നിലത്തിറങ്ങി പ്രസിഡന്റിന്റെ വൈഫിനെയും ക്യാപ്ചർ ചെയ്ത് അറ്റാർ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്കൊരു സിമിലർ ആയിട്ട് തോന്നുന്നത് ഇതിന് മുമ്പ് 2003 സദാം ഹുസൈനെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഇറാഖിൽ ആ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത പോലെയും, അല്ലെങ്കിൽ 2011 ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതുപോലെ. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ ഫോഴ്സിന്റെ ഒരു ആക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വ്യാപകമായ ഒരു യുദ്ധത്തിലേക്ക് മാറുമോ എന്നതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. വെനസ്വേല ഓൾറെഡി അടിയന്തരാവസ്ഥ ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് എന്തുമാത്രം നിയമപരമായിട്ട് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാനുള്ള വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 2, ഇതിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ആർട്ടിക്കിൾ 2 അനുസരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതിനൊരു അധികാരമുണ്ട് എന്നാണ് അത് സ്ഥാപിക്കാൻ നോക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും വസ്തുതയുണ്ട്. കാരണം ഇതിനു മുമ്പ് നടന്ന 35 വോട്ടിന്റെ സ്ട്രൈക്ക് നടന്നപ്പം ഒരു തവണ ഡബിൾ സ്നാപ്പ് നടന്ന സമയത്ത് അമേരിക്കയിൽ ആ ഒരു ഡിസിഷനെ വളരെയധികം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയും ഇവിടുത്തെ പ്രതിരോധ മന്ത്രി വളരെയധികം പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ് ഒരു 15 ദിവസം മുമ്പ് എന്നുള്ളത്. ഏതായാലും ഈ ഡിസംബറിൽ ക്രിസ്മസ് സമയത്തോ അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിന്റെ സമയത്തോ ഇങ്ങനെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആക്ഷൻ ക്യൂബയ്ക്കെതിരെ വരും എന്നുള്ളൊരു ഊഹാപോഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പല മീഡിയ പാനലിസ്റ്റുകളുടെയും അല്ലെങ്കിൽ അനലിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. അത് ഏത് രൂപത്തിലും ഭാവത്തിലും എപ്പോഴായിരിക്കും എന്നുള്ളത് മേ ബി മാർലോഗയിൽ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഈവിന്റെ സമയത്ത് അവിടെയുള്ള ചില സ്പെഷ്യൽ മീറ്റിംഗിൽ ആയിരിക്കാം ഒരു തീരുമാനം എടുത്തത് എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയാണ് എന്ന് പറയാൻ പറ്റും നമുക്ക്. കാരണം ഏത് ലെവലിലേക്ക് ഇത് മാറും എന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ക്യൂബയും ഇറാനും കൊളംബിയൻ പ്രസിഡന്റും ഒക്കെ ഇതിനെ അപലപിക്കുന്നുണ്ട്. വിച്ച് ഈസ് ഓഫ് കോഴ്സ് അത് വെനസ്വേലയുടെ പാർട്ട്നേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് ഈ 35 ബോട്ടുകളെ തകർക്കുക മാത്രമല്ല അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം തന്നെ എണ്ണക്കപ്പലുകളെയും അമേരിക്ക നിരോധിക്കുകയുണ്ടായി. 2 ഷിപ്പുകൾ ക്യാപ്ചർ ചെയ്തിരുന്നു. അത് എന്താ പറയുന്നത്, കള്ളക്കടത്ത് നടക്കുന്ന ഓയിലാണ്, അത് ക്രൂഡ് ഓയിലാണ്. അപ്പൊ അത് അമേരിക്കയുടെ ഇതിലൂടെ പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ US സൈന്യം അത് സ്പെഷ്യൽ ഫോഴ്സ് ക്യാപ്ചർ ചെയ്യുകയുണ്ടായിരുന്നു. അപ്പൊ ഒരു ബിൽഡപ്പ് ആ ഒരു റീജിയനിൽ ബോട്ടുകൾ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ വെനസ്വേലയുടെ അസറ്റ് അല്ലെങ്കിൽ കള്ളക്കടത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടുള്ള ആ ഒരു ബിൽഡപ്പ് കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സിന്റെ സ്ട്രൈക്ക് ഏതായാലും വളരെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 2:30-3 മണിയോ ഇൻഫർമേഷൻസ് വരുന്നുള്ളൂ. കാരണം ഇവിടെ പോലും ഒരു ഒഫീഷ്യൽ പ്രസ് മീറ്റ് 11 മണിക്ക് ഈസ്റ്റേൺ ടൈമിൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം 2:30-3 മണി എന്നുള്ളൊരു ഗസ് ആണ് നടക്കുന്നത്. കാരണം 4:20 ട്രംപ് ഇത് ട്വീറ്റ് ചെയ്യുന്നത് ട്രൂത്ത് സോഷ്യലിനകത്ത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ സാർ, അതുപോലെ തന്നെ റഷ്യയുടെയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളത് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ നിയന്ത്രിക്കുന്നതിന് കാരണമാകില്ലേ? തീർച്ചയായിട്ടും വളരെ സങ്കീർണമായ ഒരു ഫോറിൻ പോളിസിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പല പോളിസികളും ഇവിടെ ലോക്കലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ മാഗ ബേസ് പോലും പലപ്പോഴും അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോക്കസ് അമേരിക്ക ഫസ്റ്റ് അല്ലെ ട്രംപ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു പോളിസിയിൽ നിന്ന് മാറി ഫോറിൻ പോളിസിയിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന് മേലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇത് ഒരു ഫാക്ട് ആണ്. അമേരിക്കയിൽ ഏകദേശം
100,000 ഡെത്താണ് ഒരു വർഷം ഫെന്റലിൻ ഡെത്ത് അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ മയക്കുമരുന്ന് മൂലം ഉണ്ടാവുന്നത്. ഏറ്റവും വലിയൊരു ട്രാജഡി ആയിട്ടാണ് അത് ഇവിടെ കാണുന്നത് ഇവിടുത്തെ ഗവൺമെന്റ്. രണ്ടാമതാണ് ഗൺ വയലൻസ്. ഏകദേശം 48,000-49,000 ആൾക്കാരാണ് മരിക്കുന്നത്. അപ്പം 100,000 to 110,000, അതായത് 1,00,000-നും 1,10,000-നും ഇടയ്ക്ക് ആൾക്കാർ ഫെന്റലിൻ മൂലം ഇവിടെ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മേജർ പങ്ക് വെനീസുല അല്ലെങ്കിൽ ക്യൂബ അല്ലെങ്കിൽ കൊളംബിയ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് അങ്ങനെയുള്ള ഏരിയയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക്, മെക്സിക്കോ ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയും ഈ ഗവൺമെന്റുകൾ ഇങ്ങനെയുള്ള ഡ്രഗ് മാഫിയക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും വസ്തുതയാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഒരു റെജീം ചേഞ്ച് ആയിരിക്കാം ഇവിടെ കരുതുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ ഡ്രഗ് മാഫിക്കിന്റെ കാര്യം മാത്രമല്ല ഇവിടെ പറയേണ്ടത്. മുമ്പ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ക്യൂബയിൽ നടന്ന ഇലക്ഷനകത്ത് അട്ടിമറിക്കുകയുണ്ടായി എന്നുള്ളതാണ് വിദേശീയ ന്യൂസുകളെല്ലാം മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ആ ഒരു കാര്യവും വളരെ പ്രസക്തമാണ്. 2013 ശേഷം ഇപ്പം 2025-26 വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിക്കോളാസ് മഡുറോ തന്നെയാണ് ക്യൂബയിൽ ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെജീം ചേഞ്ചും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനുശേഷം വൈസ് പ്രസിഡന്റും അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററും വളരെ സ്ട്രോങ് ആണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ ഏത് രാജ്യത്തും രണ്ട് അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പം മധുരയ്ക്കുള്ള പ്രസിഡന്റിനുള്ള ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് അമേരിക്കൻ സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ റെജീം ചേഞ്ചിലൂടെ എന്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണിരിക്കുന്നു. കാരണം ഇതിനു മുമ്പ് ആ ഒരു സ്ട്രാറ്റജി ഇറാഖിലൊക്കെ ഫെയിലർ ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് ഇനി സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പം 7 മുതൽ 8 സ്ഫോടനങ്ങൾ കാരിക്കാസിൽ നടക്കുകയും അതൊരു വളരെ സർപ്രൈസിംഗ് ആയിട്ട് മിഡ് നൈറ്റിൽ അറൌണ്ട് 2:30 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1:30 AM വളരെ സ്പെസിഫിക് ആയിട്ട് ടൈമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രസിഡന്റ് മഡൂറയും വൈഫും അവരെ ക്യാപ്ചർ ആയി അമേരിക്കൻ സൈന്യത്തിന്റെ അധീനത്തിലാണ് എന്നുള്ള കാര്യത്തിലുള്ള ഒരു കൺഫർമേഷൻ ട്രംപിന്റെ ട്വീറ്റിൽ നിന്ന് നമുക്ക് പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നത്. സാർ, ഈ മഡുറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഏകദേശം 420 കോടിയോളം രൂപയായിട്ട് ഇപ്രാവശ്യം ഇനാം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, ട്രംപ് ഉയർത്തിയിരുന്നു. കൂടാതെ അവിടെയുള്ള അധിനിവേശ ശക്തികളെ കൂടുതൽ അമേരിക്കയിലേക്ക് കടത്തിവിടുന്നതായിട്ടും ട്രംപിന്റെ ആരോപണം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഞാൻ കഴിഞ്ഞ മാസം കുറേ മാസങ്ങളായിട്ട് തന്നെ ഈ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അപ്പം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ എല്ലാ അർത്ഥത്തിലും എല്ലാ മീനിങ്ങിലും എല്ലാ പോളിസികളിലും ആ ഒരു ഷിഫ്റ്റ് കാണുകയും അതിന്റെ ഒരു അർജൻസി കാണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഫലമാണ്, ഒരു ഔട്ട്കം ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം 2-3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഒരു റെജീം ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഇൻവേഷൻ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തു പോണെങ്കിൽ തന്നെ ബോട്ടുകളിലും മറ്റേതിലും വരുന്ന ഇതിനെ അവിടെ തന്നെ സ്ട്രൈക്ക് ചെയ്ത് ഇടുക, അങ്ങനെയുള്ള ഒരു ഇന്റർവെൻഷൻ ആയിരുന്നു. തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് എന്ന് പറയുന്നത് അമേരിക്കൻ ഹാൻഡ് അവിടെ തൊടാതെ തന്നെ ഔട്ട്സൈഡിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു റെജീം ചേഞ്ച് എന്നുള്ള കാര്യം. അങ്ങനെ 3-4 വഴികളായിരുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ ഓഫ് കോഴ്സ് ഇത് ഒരു റെജീം ചേഞ്ച് ആണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് അമേരിക്കൻ ഭരണകൂടം ആ ഒരു ഡിസിഷനിലേക്കാണ് വന്നത് എന്നാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള സാധ്യത ഇല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെനീസുലയ്ക്ക് നല്ലൊരു ഫോഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ സാമ്രാജ്യത്വ അധിനിവേശം എന്നാണ് വെനിസുലൻ സർക്കാർ ഇതിനോടകം പ്രതികരിച്ചിട്ടുള്ളത്. അമേരിക്ക ചെയ്തത് സാമ്രാജ്യത്വ അധിനിവേശമാണ് എന്നാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ഫോഴ്സ് ഉള്ള സമയത്ത് അവരെങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കാൻ? തീർച്ചയായിട്ടും US മിലിറ്ററിയുടെ ഒരു നല്ലൊരു അസറ്റ്, ഒത്തിരിയേറെ മിലിറ്ററി സൂപ്പർ സ്പെഷ്യൽ ഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു തീരത്ത് ബിൽഡപ്പ് ആയിട്ട് കുറെ മാസങ്ങളായിട്ട് അമേരിക്ക തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓഫ് കോഴ്സ് ക്യൂബയ്ക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ട്, സൈനിക ശക്തിയുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും അമേരിക്കയുടെ മുന്നിൽ എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ളതൊരു വസ്തുത. അമേരിക്കയുടെ ഇന്നത്തെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് ഇരുന്ന പാകിസ്ഥാനിൽ ചെന്ന് ഒസാമ ബിൻ പൊക്കി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് സദാം ഹുസൈനെ പൊക്കി പോകണമെങ്കിൽ അത് ആ ഒരു സ്ട്രാറ്റജിയിൽ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള രാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സ്വന്തം രാജ്യത്തെ ഇങ്ങനൊരു അപമാനം വരുമ്പം അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ആക്ഷൻ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അവരുടെ ഡിസിഷൻസ് അങ്ങനെ ഒരു സ്ട്രൈക്ക് അമേരിക്കക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം നീണ്ടുപോകും, എന്തായിരിക്കും വന്നിട്ട് ഔട്ട്കം എന്നുള്ളത് കണക്കിലാക്കിയിട്ടോ അവർ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ അവിടെ നിന്ന്
ചിലപ്പോൾ കണ്ടേക്കാം, മേ ബി വന്നേക്കാം. അല്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മഡുറോയുടെ എതിർ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ എതിർ ഭാഗങ്ങളും ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ടിട്ട് ഭരണം അവർ കൈപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു മിലിറ്ററി ആക്ഷൻ, ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ, അപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് ഇന്ന് നടന്നത്. കാരണം വെനിസ്വേലയെ പ്രസിഡന്റിനെ അടക്കം തട്ടിക്കൊണ്ടു പോവുക, ബന്ദിയാക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ലോക ശ്രദ്ധ മുഴുവൻ ആകർഷിച്ച ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ വെനിസ്വേലയിലെ ഭരണം തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് സജി മോഹൻ ആന്റണിയാണ് നമ്മളോട് ഇത്രയും വിവരങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നത്. വളരെ നന്ദി സാർ.